ബഹുമാന്യനായ അധ്യക്ഷൻ, ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ സഫീർ ഷാ, ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നയീം ഗഫൂർ, മറ്റ് ഫ്രറ്റേണിറ്റിയുടെയും പാർട്ടിയുടെയും നേതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെയും മറ്റും ഫ്രറ്റേണിറ്റിയുടെ കർമ്മഭടന്മാർ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടി കേരളയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഇന്ന് ഈ തെരുവിൽ കലക്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ സമരം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. മലപ്പുറം ജില്ലക്ക് കാലങ്ങളായിട്ട് നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇന്ന് തെരുവിലിറങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മലപ്പുറത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് രക്ഷെത്തിയത്. അത് ആ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്കും പോലീസിനുമൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ അധികാരം നേടിയാൽ താൻ രാജാവാണ് എന്ന് കരുതുന്നവരുടെ തിട്ടൂരം വാങ്ങിക്കൊണ്ട് മാത്രമേ ഇവിടെ സമരങ്ങൾ നടത്താനാവൂ എന്നാണ് ആ അധികാരത്തിന്റെ അച്ചാരം വാങ്ങിക്കഴിയുന്നവർ തീരുമാനിച്ചതെങ്കിൽ അത് ലംഘിക്കുവാൻ തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ ഫ്രറ്റേണിറ്റി പ്രവർത്തകനും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഉറക്കെ പറയുന്നത്. ഇത് ഭരണഘടന നൽകിയ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കുന്നത് നരേന്ദ്രമോദി ആയാലും ശ്രീമാൻ പിണറായി വിജയൻ ആയാലും അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി സമരകാഹളം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു നോട്ടീസ് കണ്ടു. ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഇന്ന് നിശ്ചയിച്ച സമരത്തിന് അനുമതിയില്ലത്രേ. അനുമതി വാങ്ങി സമരം ചെയ്യാൻ ഇതെന്താ SFIയുടെ സമരമാണോ? SFI കഴിഞ്ഞ തവണ മലപ്പുറത്ത് സീറ്റ് പ്രശ്നത്തിൽ സമരം ചെയ്തിരുന്നു. ഇത്തവണ അവർ മിണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോ നേച്ചർ വാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അവരത് നടത്തട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വാർത്തകളിലൊക്കെ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുന്നയിക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നവകേരള നിർമ്മിതിയും ഭാവി കേരളവും. SFIക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇതാ മലപ്പുറത്തിന്റെ തെരുവിൽ ഭാവി കേരളമാണ് ഇവിടെ. +2 സീറ്റ് കിട്ടാതെ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സീറ്റ് തേടി അലയുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭാവി കേരളത്തിന്റെ ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള തിട്ടൂരങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് അത് ചർച്ച ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞ വർഷം ജൂണിൽ ഇതേ സമയത്താണ് ഇവിടെ ഒരു പെൺകുട്ടി SSLCക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു. 1ാം അലോട്ട്മെന്റ് കഴിഞ്ഞു, 2ാം അലോട്ട്മെന്റ് കഴിഞ്ഞു, സീറ്റ് കിട്ടിയില്ല. മനോവിഷമം കാരണം ആ പെൺകുട്ടി സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, ആ പെൺകുട്ടി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമല്ല ജീവൻ അവസാനിപ്പിച്ചത്. ഇവിടെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, വാശി കൊണ്ട്, മലബാറിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ സീറ്റ് തരില്ല എന്ന വാശി കൊണ്ട് നല്ല മാർക്ക് നേടി വിജയിച്ചിട്ടും
ബിന്ദുവിന് സീറ്റ് കിട്ടിയില്ല എന്ന മനോവിഷമം കൊണ്ടാണ് ആ പെൺകുട്ടി അവളുടെ ജീവൻ അവസാനിപ്പിച്ചത്. അത്ര നിസ്സാരമല്ല വിഷയങ്ങൾ. സാധാരണയായിട്ട് എല്ലാവരും കുട്ടികളോട് നന്നായിട്ട് പഠിച്ചോ, നല്ല ഭാവിയുണ്ട്, നന്നായിട്ട് പഠിച്ചാൽ ഉന്നതിയിലെത്താം എന്നൊക്കെ പറയും. പക്ഷെ ഓരോ വർഷവും മലപ്പുറത്തിന്റെ തെരുവിൽ നടക്കുന്ന സമരങ്ങൾ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടറിയാം, SSLC പരീക്ഷ വരുമ്പോ മലപ്പുറത്തെ മാതാപിതാക്കൾക്ക് വലിയ ആദിയാണ്. കുട്ടി വലിയ മാർക്ക് നേടി വിജയിച്ചാലോ പഠിക്കാൻ സീറ്റുണ്ടോ? +1 സീറ്റുണ്ടോ? ഇതാ ഇവിടെ എന്നെ കേട്ടു നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ വിഷയം നിങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമല്ലേ? ഈ സമൂഹത്തിന്റെ ഭാഗം എന്ന നിലക്ക് ഭാവി തലമുറക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഒരവസരം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തൊക്കെ കള്ളക്കണക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിന്റെ സീറ്റ് പ്രശ്നം പഠിക്കുവാൻ അത് അറിയുവാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കുന്നില്ലെന്നാണോ? എന്തിനാ കാർത്തികേയൻ നായർ കമ്മീഷനെ നിയോഗിച്ചത്? തമാശക്ക് നിയോഗിച്ചതാണോ? ഇവിടെ മലപ്പുറവുമായിട്ട് പ്രവർത്തിക്കുന്ന, മലബാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർ, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് ഈ വിഷയം. ജസ്റ്റിസ് കാർത്തികേയൻ, പ്രൊഫസർ കാർത്തികേയൻ നായർ കമ്മീഷൻ റിപ്പോർട്ടില് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒരു റിപ്പോർട്ട് സർക്കാർ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ച് ഒരു കമ്മീഷനെ നിയോഗിച്ച് നികുതി പണം ചെലവഴിച്ച് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അത് പൂത്തുവെക്കുകയാണ്. എന്തിന്? അത് നടപ്പാക്കാൻ സർക്കാരിന് മനസ്സില്ല. ആവശ്യമായിട്ടുള്ള ബാച്ച് അനുവദിക്കാൻ സർക്കാരിന് മനസ്സില്ല. അതുകൊണ്ട് കുറെ വർഷങ്ങളായിട്ട് എന്താണ്, മലപ്പുറത്തിന്റെ തെരുവുകളിൽ സമരമുയരുമ്പോ, ഇവിടെ വ്യത്യസ്ത സംഘടനകൾ സമരമുയർത്തുമ്പോ ഒരു മരുന്ന് പോലെ എന്ത് ചെയ്യും, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചും ഡെസ്കും ഇട്ട് കൊടുക്കും, സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ അത്തരം കണ്ണിൽ പൊടിയിടലുകൾ ഇനി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം എന്ന ശക്തമായിട്ടുള്ള താക്കീതുമായിട്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഇവിടെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങനെ ബെഞ്ചും ഡെസ്കും കൂട്ടിയാൽ, അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ നോട്ടീസ് കാണിച്ചിട്ട് ഇവിടെ സമരത്തിനൊന്നും അനുമതിയില്ല, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. മലപ്പുറത്ത് അവസാനത്തെ കുട്ടിക്കും സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യും? ഈ സമരം മുന്നോട്ട് പോകും. കാരണം ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണെന്ന് ഞാൻ ഊന്നി പറഞ്ഞു. മന്ത്രി ചിലപ്പോ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് ITI സീറ്റില്ലേ, പോളിടെക്നിക്കിൽ സീറ്റില്ലേ, ഇതൊക്കെ മന്ത്രിയാണോ തീരുമാനിക്കേണ്ടത്? ഇവിടെ SSLC വിജയിച്ച ഒരു വിദ്യാർത്ഥി അവൻ എന്ത് പഠിക്കണം, അവൻ ഏത് വിഭാഗം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ അവൻ പോളി പോണോ, ITI പോണോ എന്നൊക്കെ അവനാണ് തീരുമാനിക്കേണ്ടത്. +2 സീറ്റിലുള്ള കുറവ് പറയുമ്പോ നിങ്ങൾ ITI പോയിക്കൂടെ, പോളിടെക്നിക്കിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് മന്ത്രിക്ക് വിവരമില്ലാഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കേട് തിരുത്തി കൊടുക്കുവാൻ ഞങ്ങൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അപ്പോ മലപ്പുറത്തെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഇലക്ഷൻ വരികയല്ലേ, അത് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാകണം. മലപ്പുറത്തെ +2 സീറ്റിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? അല്ലാതെ കള്ളക്കളി വേണ്ട. മലപ്പുറത്ത് പ്രശ്നങ്ങളില്ല. മലപ്പുറത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതെന്താ? ഈ വിദ്യാർത്ഥികൾക്ക്, ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം നടത്തുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 80,000-ത്തിലധികം വരുന്ന അപേക്ഷകരില് പകുതി 40,000 വരുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് മാത്രമേ ഇപ്പോ സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളൂ. പകുതിയിലേറെ പേർ പുറത്താകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ സീറ്റ് വർദ്ധിപ്പിക്കലല്ല, പുതിയ ബാച്ചുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ, EWS ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വന്നു. 10,000-ത്തിലധികം സീറ്റാണ് ജനറൽ മെറിറ്റില് EWS വേണ്ടി നീക്കിവെച്ചതിൽ 10,000 സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
ഇവിടെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ മലബാറിലെ കുട്ടികൾ സീറ്റ് കിട്ടാതെ പ്രയാസപ്പെട്ട് കഴിയുമ്പോഴാണ് EWSന് വേണ്ടി നീക്കിവെച്ച സീറ്റുകൾ ബാക്കി കിടക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ കുട്ടികളോട് തികഞ്ഞ അവഗണനയാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവഗണന എന്ന വാക്ക് അവർക്ക് പുതിയതല്ല. എല്ലാ രംഗത്തും അവഗണനയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ചികിത്സ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് വികസന കാര്യങ്ങളുടെ എല്ലാം എടുത്തു നോക്കിയാൽ വളരെയധികം പുറകിലാണ് നമുക്ക് കാണാൻ സാധിക്കും. 40 ലക്ഷത്തിലേറെ ജനങ്ങൾ വസിക്കുന്ന ഒരു ജില്ലയോട് തികഞ്ഞ അവഗണനയാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വിവാദം ശ്രദ്ധിച്ചിരിക്കും. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ വലിയ വിവാദങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനാ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത്? ജനസംഖ്യ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ, സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല വിഭജിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മെഡിക്കൽ കോളേജുകളായാലും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ ജില്ല വിഭജിക്കണം. പക്ഷെ അപ്പോ ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്കറിയാം, അത് ഉന്നയിക്കുന്ന തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ അതിന്റെ കുറച്ച് മുമ്പേ ഒരു വാർത്തയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണം, തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊരു ജില്ല രൂപീകരിക്കണം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല, അത് ഉന്നയിക്കുന്ന തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ അതൊരു അനാവശ്യമായിട്ടുള്ള വാദമാണെന്നോ ഉന്നയിച്ചിട്ടില്ല. ജനസാന്ദ്രതയൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ മലപ്പുറവും തിരുവനന്തപുരം ജില്ലയൊക്കെ എവിടെയാണ് നിൽക്കുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തി അവിടെ വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിച്ചാൽ അത് കൂടുതൽ മെച്ചമാണ്, ജനങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ മെച്ചമാണ് എന്ന് പറയുമ്പോൾ അത് അനുവദിക്കേണ്ടത് തന്നെയാണെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് യാതൊരു അപാകതയും ആരും കാണുന്നില്ല. എന്നാലോ മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സമൂഹത്തിന് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഉടനെ അതിൽ തീവ്രവാദം കലർത്തി വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ വാദം ഉന്നയിച്ച സമയത്ത്, അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉന്നയിച്ച സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് മലപ്പുറത്തിന്റെ വികാരം ഉയർത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ സമീപിക്കരുത് എന്നാണ്. പിന്നീട് അതാരാ ഏറ്റെടുത്തത് നമുക്കറിയാം. അത് ഏറ്റെടുത്തത് BJPയുടെ നേതാവ് P. സുരേന്ദ്രനാണ് ഏറ്റെടുത്തത്. അപ്പൊ ആരാണ് ഇവിടെ ഹിന്ദുത്വവാദികൾക്ക് അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്ക് ഈ രൂപത്തിലുള്ള വിശ്വസിപ്പിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. വലിയ തെറ്റാണ് ഇടതുപക്ഷം ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുകയും അല്ലെങ്കിൽ അതിനെ വംശവെറിയുടെ ഒരു പ്രത്യേക കോണിലൂടെ അതിനെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിനെ ഒരു അരിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ അനുവദിച്ചു തരാൻ തയ്യാറല്ല. ഞങ്ങൾ തെരുവിൽ തന്നെയുണ്ട് എന്ന വലിയ മുദ്രാവാക്യവും പോരാട്ട കാഹളവും ഉയർത്തിക്കൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിനെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് തെരുവിലുള്ളത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത് ഇന്നിപ്പോ വിദ്യാർത്ഥികളാണ് ഇവിടെ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല, മലപ്പുറം ജില്ലയിലെ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഇനി ഒരു ഘട്ടം വരുമ്പോ ഈ വിദ്യാർത്ഥികൾ മാത്രം തെരുവിലിറങ്ങുന്നതിന് പകരമായിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് നിങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ഈ ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.